ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാറിൻ്റെ ത്രോട്ടിൽ ബോഡി എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 2004 മോഡൽ വാഗനറാണ്. ഈ ഒരു വണ്ടിൻ്റെ നിലവിലുള്ള കണ്ടീഷനും അതുപോലെ നിങ്ങൾക്ക് എങ്ങനെ ഇതുപോലത്തെ കംപ്ലയിൻറ്റ് മനസ്സിലാക്കാമെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഈ ത്രോട്ടിൽ ബോഡി അയക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ 4 ബോൾട്ടാണ് അയച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് അയച്ചെടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ത്രോട്ടിൽ ബോഡി റിമൂവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിവിടെ എയർ ഫിൽറ്ററിൻ്റെ കണക്ഷനും അതുപോലെ അതിലേക്ക് വന്നിട്ടുള്ള സെൻസറിൻ്റെ വയറും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിവിടെ ബാറ്ററി ടെർമിനൽ ഒന്ന് റിമൂവ് ചെയ്തിട്ടാണ്. കാരണം ഇൻ കേസ് എവിടെയെങ്കിലും ഷോർട്ടായി കഴിഞ്ഞാൽ ബാക്കി മൊത്തം പോകില്ല. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ബാറ്ററി ടെർമിനൽ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയിട്ടാണ്. ഇവിടെ നമ്മൾ നെഗറ്റീവാണ് ഒഴിവാക്കിയിടുന്നത്. അതിനുശേഷം ഇതിൽ നമുക്ക് എയർ ഫിൽറ്റർ റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യുന്ന വീഡിയോ ഞാനിതിൽ ഉൾക്കൊള്ളിക്കുന്നില്ല, കാരണം ലെങ്ത്ത് കൂടുന്നതുകൊണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഓരോ സെൻസറിൻ്റെ വയർ പ്ലഗിൻസ് അയച്ചു വെക്കാം. ഇത് അയക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നോക്കി വെക്കുന്നത് നല്ലതാണ്, കാരണം ഒരുപാട് സെൻസർ ഉള്ളതുകൊണ്ട് ചിലപ്പം ഡോട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന 4 ബോൾട്ട് അയച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ത്രോട്ടിൽ ബോഡി നമുക്ക് റിമൂവ് ചെയ്യാം. പിന്നെ അതുപോലെ നെറ്റും അയക്കുന്ന വീഡിയോസ് നമ്മൾ ഇതിലിടുന്നില്ല, കാരണം വീഡിയോൻ്റെ ലെങ്ത്ത് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് അതുപോലെ ബോൾട്ട് അയച്ചിട്ട് കിട്ടുന്നില്ല എങ്കിൽ ഇതേപോലെ എന്തെങ്കിലും പൈപ്പോ കാര്യങ്ങളോ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ടോ നോക്കാം. എങ്ങനെയാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുത്താൽ നമുക്ക് സുഖമായിട്ട് ത്രോട്ടിൽ ബോഡി അയച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ത്രോട്ടിൽ ബോഡിയുടെ നിലവിലുള്ള കണ്ടീഷൻ. മൊത്തം നമ്മുടെ പുകയൊക്കെ പിടിച്ചിട്ട് നല്ല രീതിയിൽ കറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ത്രോട്ടിൽ ബോഡിൻ്റെ ഒരു പാക്കേജ്, അതായത് അവിടെ ഒരു വാഷർ വരുന്നുണ്ട്. അപ്പോൾ അതുകൂടെ നിങ്ങൾ വാങ്ങി ആദ്യം വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ത്രോട്ടിൽ ബോഡി നല്ല രീതിയിലും ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്തതിന് മുമ്പായിട്ട് നമ്മളിവിടെ ഇതിൻ്റെ എല്ലാ സെൻസേഴ്സും ഇതിൻ്റെ മുകളിൽ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് വെക്കാം. ബോഡി ക്ലീൻ ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ ഒരു മോട്ടർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടിരിക്കുന്ന ആ ഒരു ഭാഗം, ഈ ഒരു ഭാഗത്താണ് നമ്മളുടെ എയർ എങ്ങനെ മിക്സ് ആവണമെന്നോ അതിൻ്റെ അളവ്, എയർ എങ്ങനെ കയറി വരുന്നു എന്നുള്ള അളവെല്ലാം ECUലേക്ക് എത്തിക്കുന്ന ഒരു മോട്ടറാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ ഒരു മോട്ടർ സ്റ്റക്കായി കഴിയുന്ന സമയത്താണ് ഇതിൻ്റെ ഫങ്ഷണാലിറ്റി മൊത്തം തെറ്റുകയും അതുപോലെ ഈ ഒരു ആക്സിലേറ്റർ എപ്പോഴും നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന ആ ഒരു പൊസിഷനിൽ എപ്പോഴും കറക്റ്റായിട്ട് സിഗ്നൽ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഈ ഒരു മോട്ടർ സ്റ്റക്ക് ആകുന്ന സമയത്താണ്. അപ്പം ഈ ഒരു മോട്ടറിൻ്റെ ആദ്യം ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ സ്റ്റക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിട്ട് ഈ ത്രോട്ടിൽ ബോഡി ക്ലീനർ എന്ന് പറയുന്ന ലിക്വിഡ് തന്നെ വാങ്ങാൻ കിട്ടുന്നുണ്ട് ഷോപ്പിലൊക്കെ. പക്ഷെ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മണ്ണെണ്ണയാണ്. മണ്ണെണ്ണ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലുള്ള കുറച്ച് ഓയിൽ കൂടെ അപ്ലൈ ചെയ്ത്, അതായത് നമ്മളെ വണ്ടിയിൽ ഉപയോഗിക്കുന്ന എൻജിൻ ഓയിൽ കുറച്ച് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ അതൊന്ന് കുറച്ച് നേരം കറക്കി കൊടുത്തു. അതാണ് ഇപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പം തന്നെ നമ്മുടെ ആ മോട്ടർ ഏകദേശം സ്റ്റക്കൊക്കെ ഒഴിവായി നല്ല രീതിയിൽ സ്മൂത്തായിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ച് ഫിറ്റ് ചെയ്യണം. അതായത് നമുക്ക് എടുത്തതുപോലെ തന്നെ അതിൻ്റെ സെൻസറും കാര്യങ്ങളെല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് തിരിച്ച് അതിലേക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ മോട്ടർ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് വർക്ക് ആവുന്നുണ്ട്. കാരണം നമുക്ക് ആദ്യം എടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്കറിയായിരുന്നു തീരെ അനങ്ങുന്ന പോലും ഇല്ലായിരുന്നു. കാരണം അതിൻ്റെ ബെയറിങ് അവിടെ സ്റ്റെക്കായിട്ട് നമുക്ക് അത് അനക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഓയിലൊക്കെ ഇട്ടതിന് ശേഷം നല്ല സ്മൂത്തായിട്ട് നമുക്ക് വർക്ക് ആവുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു മോട്ടർ നല്ല രീതിയിൽ വർക്കായാൽ മാത്രമേ ഉള്ളൂ ECUലേക്ക് സിഗ്നൽ കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ECUലേക്ക് സിഗ്നൽ എത്തിച്ചാൽ മാത്രമേ ഉള്ളൂ ECUവിൻ്റെ സിഗ്നലിനനുസരിച്ച് നമുക്ക് അവിടെ ആക്സിലേറ്റർ എത്ര വരണം, അതുപോലെ അതിലേക്ക് എത്ര ഫ്യൂൽ എടുക്കണം എന്നുള്ളത് എഞ്ചിനിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഈ ഒരു മോട്ടറാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇനി നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തിരിച്ചത് ഫിറ്റ് ചെയ്യാം. അതുപോലെ അതിൽ കാണുന്ന വാഷർ നിങ്ങൾക്ക് പുതിയ വാഷർ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇതിന് കുറച്ച് വലിപ്പം വ്യത്യാസവും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇനി നമുക്ക് അടുത്തായിട്ട് ഈ സെൻസർ, അതായത് മോട്ടറിൻ്റെ മുകളിൽ വരുന്ന സെൻസർ നമുക്ക് കുടുക്കി കൊടുക്കാം. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത്, മോട്ടറിൻ്റെ മുകളിൽ ഒരു ഭാഗത്ത് കുറച്ചൊരു കൂടുതൽ ഭാഗം വന്നിട്ടുണ്ടാവും. അതായത് ഒരു സൈഡ് മാത്രം കുറച്ച് ഓവറായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സൈഡും സെൻസറിൻ്റെ അകത്തുള്ളൊരു കട്ടിങ് കറക്റ്റാക്കി ഇട്ടാൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പൊസിഷൻ കറക്റ്റാവുള്ളൂ. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തായിട്ട് നമ്മളിവിടെ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ വാൽവിൻ്റെ സെൻസറാണ്. അതായത് ബട്ടർഫ്ലൈ വാൽവിൻ്റെ സെൻസറാണ് നമ്മളിവിടെ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്യുന്നത് എത്രത്തോളം നമ്മളുടെ വാൽവ് ഓപ്പൺ ആയിട്ടുണ്ട്, അതുപോലെ എത്രത്തോളം ക്ലോസ് ആയിട്ടുണ്ട് എല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ വാൽവിൻ്റെ സെൻസർ യൂസ് ചെയ്യുന്നത്, ഈ ഒരു സെൻസർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് ഫിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളുടെ ത്രോട്ടിൽ ബോഡിയുടെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ത്രോട്ടിൽ ബോഡി നല്ല രീതിയിൽ ക്ലീൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ സെൻസറെല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് വണ്ടിയിലേക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാം. നമ്മൾ വണ്ടി എങ്ങനെയാണോ അയച്ചെടുത്തത് അതേപോലെ നമുക്ക് തിരിച്ച് വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ത്രോട്ടിൽ ബോഡി തിരിച്ച് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അവിടെ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ക്ലീൻ ചെയ്തതിന് ശേഷം ത്രോട്ടിൽ ബോഡീൻ്റെ അവിടെ നല്ലൊരു വാഷർ വരുന്നുണ്ട്. അപ്പോൾ ആ വാഷർ വാങ്ങിയതിന് ശേഷം അവിടെ ത്രോട്ടിൽ ബോഡി തിരിച്ച് ഫിറ്റ് ചെയ്യാം. കാരണം നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന വാഷർ ചിലപ്പോൾ ഡാമേജ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ നല്ലൊരു പുതിയൊരു വാഷർ വാങ്ങിയിടുന്നതായിരിക്കും നല്ലത്. അപ്പം അത് വാങ്ങിയതിന് ശേഷം നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാം. അതിനുശേഷം വണ്ടിയിൽ നിന്ന് അയച്ചെടുത്തിട്ടുള്ള എയർ ഫിൽറ്ററും അതുപോലെ ഇതിലേക്കുള്ള സെൻസറും കാര്യങ്ങളും എല്ലാം നമ്മൾ തിരിച്ച് അതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ത്രോട്ടിൽ ബോഡിയുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളത്. അതായത് നമുക്ക് ഇപ്പോൾ വണ്ടി സ്വാഭാവികമായിട്ട് വണ്ടിക്ക് വലിയ കുറവുണ്ടാവും. അതുപോലെ തന്നെ വണ്ടി ഓവർ റൈസിങ്, അതായത് നമ്മളെ വണ്ടി ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ വണ്ടി വെറുതെ റൈസ് ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലത് ഈ ഒരു മോട്ടറാണ്. കാരണം ത്രോട്ടിൽ ബോഡിയുടെ അകത്ത് വരുന്ന ആ ഒരു മോട്ടർ സ്റ്റക്കായി നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ഇഷ്യൂ വരിക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ കണ്ടിട്ടുണ്ടായിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു നല്ല രീതിയിൽ വണ്ടി ഓടിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഗിയറിന് നല്ലൊരു ഷേക്ക് ഉണ്ടായിരുന്നു. അതായത് എഞ്ചിൻ നിന്ന് വരുന്ന ഷേക്കാണ് ഗിയറിൽ നല്ലൊരു ഷേക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ആയിട്ടുണ്ട്. അപ്പം എനിക്കൊരു ഉപകാരപ്പെട്ടത് കൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.